ഫിൻലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനായിട്ട് നമ്മളിങ്ങനെ ഒരു പുതിയ പാർട്ടി ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് നമ്മളെ കയ്യിൽ നിന്നും ആ പാർട്ടി കൊടുത്തിട്ടുള്ള എമൗണ്ടും ആ പാർട്ടി നമുക്ക് തരുന്ന എമൗണ്ടും എങ്ങനെ ഫിൻലോക്സിൽ എൻ്റർ ചെയ്യാന്നുള്ളത് നമ്മൾ പരിചയപ്പെടും. അതിനുശേഷം ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട് എങ്ങനെ എടുക്കാമെന്നുള്ളതും ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട് ത്രൂ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതും നമ്മളിതിൽ ഈ വീഡിയോയിൽ പരിചയപ്പെടും. ആദ്യം നമുക്ക് എങ്ങനെ ഒരു പാർട്ടി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് എടുക്കാം. അക്കൗണ്ട്സ് എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ടറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നെ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പീപ്പിൾ ഓർ പാർട്ടി എന്നുള്ളത് കാണാൻ പറ്റും, ഇൻകം ആൻഡ് എക്സ്പെൻസ് ഹെഡ് എന്നുള്ളതും കാണാൻ പറ്റും. അപ്പം നമ്മൾ എവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഡയറക്ടറി എന്നുള്ളതിൻ്റെ അണ്ടറിലേക്കാണ് വന്ന് ക്രിയേറ്റ് ആവുന്നുണ്ടാവുക. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ നിന്ന് അങ്ങനെ ഒരു പാർട്ടീനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ആഡ് പാർട്ടി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു പാർട്ടീനെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അജയ് എന്നുള്ള പേരിൽ ഒരു പാർട്ടീനെ ക്രിയേറ്റ് ചെയ്തു. സേവ് പാർട്ടി എന്ന് കൊടുക്കാം. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാർട്ടി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടിയും ഇവിടെ കാണിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പാർട്ടീനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് പാർട്ടി എന്നുള്ളത് ആയ കാണാം. അവിടെ നിങ്ങൾക്ക് നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ, അഡ്രസ്സ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ത്രൂ ക്രിയേറ്റ് ചെയ്യാം. കൂടാതെ തന്നെ നിങ്ങളെ ഫോണിൻ്റെ അകത്തുള്ള കോൺടാക്ട്സിൽ നിന്നും ഫിൻലോക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടും നിങ്ങൾക്കൊരു പാർട്ടീനെ ക്രിയേറ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് എനിക്ക് എഡിറ്റ് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ത്രൂ എഡിറ്റ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല. അജയ് എന്നുള്ള പേര് വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള പാർട്ടീനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ചെയ്തു. അതിനുശേഷം ഈ അജയ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ്. ഈ സുഹൃത്ത് എനിക്ക് ഓൾറെഡി ഇത്ര എമൗണ്ട് തരാനുണ്ട്, അല്ലെങ്കിൽ കൊടുക്കാനുള്ളതും ആവാം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യാം എന്നുള്ളത് നോക്കാം. മെനു ക്ലിക്ക് ചെയ്യുക. അതിൽ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഓപ്പണിംഗ് ബാലൻസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിലവിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ടുള്ള എല്ലാ ഹെഡും അവിടെ കാണിക്കും. അതിൻ്റെ അകത്ത് 2 ആക്റ്റീവ് അക്കൗണ്ട്സ് ആയിട്ടാണ് കാണിക്കുന്നത്. അത് ക്യാഷിലും ഫെഡറൽ ബാങ്കിലും മാത്രമേ ഇപ്പോൾ ഓപ്പണിംഗ് എടുക്കുന്നുള്ളൂ. നമുക്കിപ്പോൾ ഒരു പാർട്ടീൻ്റെ ഓപ്പണിംഗ് ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് താഴെ ആഡ് ബാലൻസ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അക്കൗണ്ട് എന്നുള്ളത് മാറ്റി പാർട്ടി എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏത് പാർട്ടീനാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അജയ്, പിന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ളതാണോ കൊടുക്കാനുള്ളതാണോ എന്നുള്ളതാണ് കറക്റ്റായിട്ട് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. എനിക്ക് കിട്ടാനുള്ളതാണ്. എത്ര രൂപയാണോ കിട്ടാനുള്ളത് അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുക. എനിക്ക് 1000 രൂപയാണ് അജയ് തരാനുള്ളത്. സേവ് ബാലൻസ് എന്നുള്ളത് കൊടുത്തു. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഒരു പാർട്ടിക്ക് എങ്ങനെ തരാനുള്ള എമൗണ്ട് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നത് നമ്മൾ കാണിച്ചു കൊടുത്തു. അതിനുശേഷം അജയ് എനിക്ക് ഇത്ര രൂപ തന്നു, അല്ലെങ്കിൽ അജയ്ക്ക് ഞാൻ ഇത്ര രൂപ കൊടുത്തു എന്നുള്ളത് ഫിൻലോക്സിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായി ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷനിലേക്ക് എടുക്കാം. ആദ്യം നമ്മൾ അജയ് എനിക്ക് ഇത്ര രൂപ തന്നു എന്നുള്ളത് നമുക്ക് റെക്കോർഡ് ചെയ്യാം. തരാനുള്ള 1000 രൂപയിൽ നിന്ന് 300 രൂപ തന്നു. ഞാൻ 300 രൂപ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തു. ഏത് ഡേറ്റിനാണെന്നുള്ളത് കറക്റ്റ് നോട്ട് ചെയ്യണം. പിന്നെ ഏത് അക്കൗണ്ടിലേക്കാണ് തന്നിട്ടുള്ളത് എന്നുള്ളത്, എൻ്റെ ഫെഡറൽ ബാങ്കിലേക്ക് തന്നെയാണ് തന്നിട്ടുള്ളത്, അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്തു. പിന്നെ അജയ് ആണ് എനിക്ക് തന്നിട്ടുള്ളത് എന്നുള്ളത് നോട്ട് ചെയ്യേണ്ടത് ഹെഡ് ത്രൂ ആണ്. ഞാൻ ഹെഡിൽ നിന്നും അജയ് സെലക്ട് ചെയ്തു. എന്തെങ്കിലും നറേഷനും കാര്യങ്ങളും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യാം. ഞാൻ സേവ് ചെയ്തു. അപ്പോൾ അജയ് എനിക്ക് തന്ന എമൗണ്ടാണ് ഞാനിപ്പോൾ നോട്ട് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ അജയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് നേരെ ട്രാൻസാക്ഷൻ്റെ അകത്ത് സ്പെൻഡ് എന്നുള്ള ഓപ്ഷൻ്റെ അകത്താണ് കൊടുക്കേണ്ടത്. 2 ഓപ്ഷൻസും ഒരുമിച്ച് തന്നെ ഒരു വീഡിയോയിൽ തന്നെ ചെയ്ത് കാണിക്കാം. 500 രൂപയാണ് ഞാൻ അജയ്ക്ക് വീണ്ടും കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ഫെഡറൽ ബാങ്ക് ത്രൂ തന്നെയാണ്. ഞാൻ അജയ് എന്നുള്ളത് സെലക്ട് ചെയ്തു. നറേഷൻ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. സേവ് എക്സ്പെൻസ് എന്നുള്ളത് കൊടുത്തു. ഇങ്ങനെയാണ് നമുക്കൊരു പാർട്ടീൻ്റെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിങ്ങനെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ എങ്ങനെ നടത്താം എന്നുള്ളത് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിൻലോക്സിൻ്റെ അകത്ത് എങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട് എടുക്കാം എന്നുള്ളതും കൂടെ നോക്കാം. ആ മെനുവിൻ്റെ അകത്ത് റിപ്പോർട്ട്സ് എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട് എന്നുള്ളത് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരു പാർട്ടീനെ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, ഒരു പാർട്ടീൻ്റെ ട്രാൻസാക്ഷൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ, അജയ് എന്നുള്ള പാർട്ടി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ട് കാണിക്കും ഇത്ര എമൗണ്ട് തന്നു, ഇത്ര എമൗണ്ട് കൊടുത്തു, ഇത്ര എമൗണ്ട് ബാലൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. നമുക്കിപ്പോൾ ഏതെങ്കിലും ഡേറ്റ് റേഞ്ച് വെച്ചിട്ടുള്ള റിപ്പോർട്ട് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡേറ്റ് റേഞ്ച് മാറ്റം വരുത്തിയിട്ട് ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ എന്നുള്ള രീതിയിലും നമുക്ക് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട് എടുക്കാൻ പറ്റും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവുക. അടുത്ത വീഡിയോസിൽ നമുക്ക് ലെഡ്ജർ എങ്ങനെയെന്നും ലെഡ്ജറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും കൂടുതലായിട്ട് പരിചയപ്പെടാം. അതുവരേക്കും താങ്ക് യു.